ജന്മഭൂമി പ്രധാന വാർത്തകൾ. ബലാത്സംഗ കേസുകളിൽ അതിവേഗം നീതി ഉറപ്പാക്കണം രാഷ്ട്രപതി. ന്യൂഡൽഹി. തീർപ്പാക്കാത്തതും കെട്ടിക്കിടക്കുന്നതുമായ കേസുകൾ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബലാത്സംഗ കേസുകളിൽ അതിവേഗം നീതി ഉറപ്പാക്കണമെന്നും രാഷ്ട്രപതി ആവശ്യപ്പെട്ടു. ജില്ലാ ജുഡീഷ്യറിയുടെ ദ്വിദിന ദേശീയ സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. ബലാത്സംഗം പോലുള്ള കേസുകളിൽ കോടതി വിധികൾ ഒരു തലമുറ കഴിഞ്ഞതിനു ശേഷം വരുമ്പോൾ നീതിന്യായ പ്രക്രിയയ്ക്ക് സംവേദനക്ഷമത കുറവാണെന്ന് സാധാരണക്കാർക്ക് തോന്നുന്നു. ഗ്രാമങ്ങളിലെ ജനങ്ങൾ ജുഡീഷ്യറിയെ ദൈവികമായി കണക്കാക്കുന്നത് അവിടെ നീതി കണ്ടെത്തുന്നതിനാലാണ്. ദൈവത്തിൻ്റെ ഭവനത്തിൽ നീതിക്ക് കാലതാമസം ഉണ്ടാകാം, പക്ഷേ അനീതി ഇല്ല എന്നൊരു ചൊല്ലുണ്ട്. എന്നാൽ എത്രത്തോളം കാലതാമസം എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആർക്കെങ്കിലും നീതി ലഭിക്കുമ്പോഴേക്കും അവരുടെ പുഞ്ചിരി അപ്രത്യക്ഷമായിരിക്കാം, അവരുടെ ജീവിതം അവസാനിച്ചിരിക്കാം. ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കണം. തെളിവുകളും സാക്ഷികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജുഡീഷ്യറിയും സർക്കാരും പോലീസും സഹകരിച്ച് പരിഹരിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തണം. മഹിളാ ഐക്യവേദി. കോഴിക്കോട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ വനിതാ പോലീസ് എയ്ഡ് പോസ്റ്റുകൾ സ്ഥാപിക്കണമെന്ന് മഹിളാ ഐക്യവേദി ജില്ലാ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥിനികളെ ലഹരി, സെക്സ് റാക്കറ്റുകൾ ലക്ഷ്യം വെക്കുന്നതിൽ നിന്ന് രക്ഷിക്കുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും സമ്മേളനം വിലയിരുത്തി. പാർക്കുകളിലും മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമുള്ള ലൈംഗിക ചൂഷണം അവസാനിപ്പിക്കുവാൻ അടിയന്തര നടപടികൾ ആവശ്യമാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ക്യാമറ സ്ഥാപിച്ച് ഇവിടുത്തെ ഓരോ ഇടവും പൊതു സ്ക്രീനിൽ എല്ലാവരും കാണുന്ന നിലയിൽ പ്രദർശിപ്പിക്കണമെന്നും പ്രമേയത്തിലൂടെ മഹിളാ ഐക്യവേദി ആവശ്യപ്പെട്ടു. സമ്മേളനം സ്വാമിനി ശ്രുതി പ്രിയാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ധർമാചരണത്തിൽ ശ്രദ്ധയൂന്നി കുടുംബത്തെയും സമാജത്തെയും സ്ത്രീ സമൂഹം മുന്നോട്ട് നയിക്കണമെന്ന് സ്വാമിനി ശ്രുതി പ്രിയാനന്ദ സരസ്വതി പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഗംഗാദേവി അധ്യക്ഷയായി. മഹിളാ ഐക്യവേദി സംസ്ഥാന ട്രഷറർ രമണി ശങ്കർ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഷൈനു, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശശി കമ്മട്ടേരി, ജില്ലാ പ്രസിഡന്റ് ടി എൻ ഗോപാലൻ, സി ലജിത, ഉമ അന്തർജനം, പ്രസന്ന കെ പി, സി നിവേദിത, ജിഷിത എന്നിവർ പ്രസംഗിച്ചു. കേന്ദ്ര ആവിഷ്കൃത പദ്ധതി ബോധവൽക്കരണം ഇന്ന്. വടകര. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വടകര ടൗൺ ഹാളിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പ്രദർശന പരിപാടി ഇന്ന് കെ രമ MLA ഉദ്ഘാടനം ചെയ്യും. വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ഗിരിജ അധ്യക്ഷത വഹിക്കും. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ വയനാട്, കണ്ണൂർ ഫീൽഡ് ഓഫീസുകൾ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിവിധ സർക്കാർ പദ്ധതികൾക്ക് പുറമെ സ്ത്രീകൾക്കായുള്ള നിയമപരിരക്ഷ, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ വിഷയങ്ങളിലും ബോധവൽക്കരണ ക്ലാസുകൾ നടക്കും. 5 ദിവസവും നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കും. മാനസികാരോഗ്യ പിന്തുണ ഉറപ്പാക്കി സമഗ്ര ശിക്ഷ കേരളം. മുപ്പൈനാട്. ഉരുൾപൊട്ടലിൽ വലിയ നഷ്ടങ്ങളും ഭീകരമായ അനുഭവങ്ങളും അതിജീവിച്ച് കടന്നുവന്ന കുഞ്ഞുങ്ങളെ പരിപാലിച്ച് ആശങ്കകൾ പരിഹരിക്കേണ്ടത് പൊതുസമൂഹത്തിൻ്റെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ചുമതലയാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ദുരന്തബാധിത മേഖലയിലെ വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മുണ്ടക്കൈ ഗവൺമെൻറ് LP സ്കൂളുകളിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർക്ക് മുപ്പൈനാട് സെൻറ് ജോസഫ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന മാനസികാരോഗ്യ പിന്തുണാ പരിശീലന പരിപാടി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ ചില പ്രായോഗിക മാർഗങ്ങൾ, ദുരന്തത്തിൻ്റെ മാനസിക ആഘാതം ചോദ്യാവലി ഉപയോഗിച്ചുള്ള വിലയിരുത്തൽ, മാനസിക സംഘർഷം രൂപീകരിക്കാം, സംഘപ്രവർത്തനങ്ങൾ, ദുരന്തങ്ങളോടുള്ള കുട്ടികളുടെ മാനസിക പ്രതികരണങ്ങൾ, പിന്തുണ ആവശ്യമുള്ള കുട്ടികളെ തിരിച്ചറിയുന്നത് എങ്ങനെ, ശരിയായ പിന്തുണ നൽകുന്നതെങ്ങനെ, ദുരന്തബാധിതരായ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കുള്ള പ്രത്യേക
രക്ഷാകർതൃത്വ നിർദ്ദേശങ്ങൾ, അധ്യാപകർക്ക് അക്കാദമിക സന്നദ്ധത പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരായ ഡോക്ടർ പി.ടി. സതീഷ്, ഡോക്ടർ ജി. മാഗേഷ്, സൈക്കോളജിസ്റ്റുമാരായ ജിൻസി മരിയ, സി. റെജിൻ, അധ്യാപകൻ കൈലാസ്, സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശ്, SCRT റിസർച്ച് ഓഫീസർ ഡോക്ടർ വിനീഷ്, BRC കോഴിക്കോട് BPC ഒ പ്രമോദ് തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പരിശീലന പരിപാടിയിൽ 200ഓളം പേർ പങ്കെടുത്തു. ചെണ്ടുമല്ലി കൃഷിയിൽ വിജയഗാഥയുമായി യുവ കർഷകർ. വിളമ്പുകണ്ടം. വയനാട്ടിലെ മണ്ണിലും ചെണ്ടുമല്ലി കൃഷി നൂറുമേനി വിളയുമെന്ന് തെളിയിക്കുകയാണ് വയനാട്ടിലെ 4 യുവ കർഷകർ. പൊതുപ്രവർത്തകൻ കൂടിയായ സി. അഖിൽ പ്രേം, MP ധനിൽകുമാർ, TN പ്രശാന്ത്, ജെയ്സൺ KJ എന്നിവരാണ് 2.5 ഏക്കറിൽ ചെണ്ടുമല്ലി വിളയിച്ചത്. ചെണ്ടുമല്ലി കൂടാതെ വാടാർമല്ലിയും ഇവർ കൃഷി ചെയ്തിട്ടുണ്ട്. നിരവധി പേരാണ് ചെണ്ടുമല്ലി പാടം കാണാനും ഫോട്ടോ എടുക്കാനുമായി ദിനംപ്രതി ഇവിടെ എത്തുന്നത്. ഓണവിപണി മുന്നിൽ കണ്ടാണ് കൃഷി ഇറക്കിയതെങ്കിലും സർക്കാർ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയത് ഇവരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ സഹായിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ചെണ്ടുമല്ലി വിളവെടുപ്പിന് ശേഷം തണ്ണിമത്തൻ അടക്കമുള്ള വിളകൾ കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ യുവ കർഷകരുടെ കൂട്ടായ്മ. കെ. കേളപ്പൻ സാംസ്കാരിക സംഗമം. കൊയിലാണ്ടി. കേളപ്പജി ജയന്തിയോടനുബന്ധിച്ച് ജന്മഗൃഹമായ കൊയിലാണ്ടി മുജുകുന്നിലെ ഒതയോത്ത് തറവാട്ടിൽ കേളപ്പജി സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ UK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുമ്പോൾ തനിക്ക് ചുറ്റുമുള്ള സമൂഹത്തെ അതിൻ്റെ യഥാർത്ഥ അവകാശികളാക്കി വളർത്തിയെടുക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചു നടപ്പാക്കിയ ധീരനായ കർമ്മയോഗിയായിരുന്നു കേളപ്പജി എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. കേളപ്പജിയുടെ സ്മരണകൾ നിലനിൽക്കുന്ന മഹനീയ സ്മാരകങ്ങൾ ഉയരണമെന്നും കേളപ്പജിയുടെ കർമ്മമണ്ഡലങ്ങൾ ഒന്നും വിട്ടുപോകാതെ വരും തലമുറയ്ക്ക് പരിചയപ്പെടാൻ പാഠപുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും സന്ദേശവും ഉൾക്കൊള്ളിക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. KJ ബേബി അന്തരിച്ചു. കൽപ്പറ്റ. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന കനവ് ബേബി എന്ന KJ ബേബി 70 വയസ്സ് അന്തരിച്ചു. വയനാട് ചീങ്ങോട്ടെ നടവയലിലെ വീടിനോട് ചേർന്ന കളരിയിൽ ഇന്നലെ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവാണ്. കനവ് എന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിലൂടെയാണ് ഏറെ പ്രശസ്തനായത്. നാടക കലാകാരൻ, സാഹിത്യകാരൻ, ബദൽ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിലെല്ലാം ബേബി പ്രവർത്തിച്ചു. മാവേലി മന്റം എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും മുട്ടത്തുവർക്കി അവാർഡും ലഭിച്ചിരുന്നു. കണ്ണൂർ മാവിലായി സ്വദേശിയായിരുന്നു. വയനാട്ടിലേക്ക് കുടുംബം കുടിയേറിയതാണ്. അങ്ങനെ ആദിവാസി വിഭാഗങ്ങളുമായി സമ്പർക്കത്തിലാവുകയും അവർക്കായി പ്രവർത്തിക്കുകയുമായിരുന്നു. അപൂർണ നാടുഗദ്ദിക, കുഞ്ഞപ്പൻ്റെ കുരിശ്, മരണം, കീയുലോകത്ത് നിന്ന്, ഉയിർപ്പ്, കുഞ്ഞിമായൻ എന്തായിരിക്കും പറഞ്ഞത് എന്നീ നാടകങ്ങൾ രചിച്ചു. ഗുഡ എന്ന സിനിമ സംവിധാനം ചെയ്തു. ബസ്പൂർ ഖാന, ഗുഡ് ബൈ മലബാർ എന്നീ പുസ്തകങ്ങളും ബേബിയുടേതാണ്. ഭാര്യ ഷേർലി. സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ. ശുഭദിനം. നന്ദി.